ഹായ് കൂട്ടുകാരെ, റെയിൻ ഗാർഡന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓണത്തിന് വേണ്ടി കുറച്ച് ബന്ദിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. നമ്മുടെ മാരിഗോൾഡ് എന്ന് പറയുന്ന നമ്മുടെ ബന്ദിപ്പൂ നമ്മൾ ഓണത്തിന് പൂക്കളം ഇടാനും ഒക്കെ ആയിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓണക്കാലം ഇനി വന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നട്ടു വെച്ചേക്കുന്നതാണ് ഇതെല്ലാം. ഇത് നമ്മൾ മണ്ട നുള്ളി കിളിപ്പിച്ചതാണ് കേട്ടോ. ആദ്യം നമ്മൾ നട്ട ബന്ദിയുടെ മണ്ട സാധാരണ നുള്ളി കളയുന്നുണ്ടല്ലോ. അപ്പോൾ ആ മണ്ട വെച്ച് കിളിപ്പിച്ചെടുത്ത തൈകളാണ് ഈ ഇരിക്കുന്നത്. ഇത്രയും 7 തൈ നമുക്ക് കിളിച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒരു പോട്ടിംഗ് മിക്സൊക്കെ ഇട്ട് നല്ല രീതിയിൽ നട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും, കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടിയും മാത്രമാണ്, പിന്നെ മണ്ണും. ഇത്രയും വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് ഇനി വരത്തേ ഉള്ളൂ. ഇത് നട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഓണത്തിന് ഫ്ലവർ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇത് നമ്മൾ മണ്ട തുള്ളി വെച്ചുകൊണ്ട് അത്രയ്ക്ക് ഗ്രോത്ത് ആയിട്ടില്ല. അപ്പോൾ ഇനി ഇത് കിളിച്ച് കയറി വരണം. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസമാണ് ഓണം. അപ്പം അതിന് കുറച്ചെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു പൂക്കൾ. പിന്നെ നമ്മൾ മെയിൻ നമ്മുടെ പ്ലാന്റ് നമ്മൾ വെയിലുള്ള സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വീടിൻ്റെ മുൻവശത്തായിട്ട് നമ്മൾ കുറച്ച് ബന്ദി ആദ്യം മേടിച്ച് വെച്ചതും പിന്നെ രണ്ടാമത് കുറച്ച് മേടിച്ച് വെച്ചതും നിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം അതിൽ ഇതേപോലെ തന്നെ കവറിൽ നമ്മൾ നട്ടേക്കാണ്. മണ്ണിൽ നട്ടാലും മതി, മണ്ണിലായാലും നല്ലപോലെ വളമൊക്കെ കൊടുത്താൽ നല്ലപോലെ കിളിച്ച് കിട്ടും. പക്ഷേ നമ്മളെല്ലാം കവറിലാണ് ഇവിടെ നട്ടേക്കുന്നത്. ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു കട്ടിയുള്ള മണ്ണ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം കവറിൽ തന്നെ നട്ടേക്കാണ്. അപ്പോൾ ഇതിൽ ഇത് രണ്ടാമത് മേടിച്ച ബന്ദിയാണ്. ഇതിൻ്റെ ഒന്നും നമ്മൾ മണ്ട നുള്ളിയിട്ടില്ല. ഇതൊക്കെ അതേപോലെ തന്നെ നിർത്തിയേക്കാണ്. നമ്മൾ മണ്ട നുള്ളിയില്ല. കാര്യം ഇനി ഫ്ലവർ ഈ ഓഗസ്റ്റ് മാസം കിട്ടിയില്ലല്ലോ എന്ന് കരുതി നമ്മളിതൊന്നും മണ്ട നുള്ളാതെ തന്നെ നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ ആദ്യം നട്ട ഒരു 10-14 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം നമ്മൾ മണ്ട നുള്ളിയതാണ്. ഇത് മണ്ട നുള്ളിയതാണ്. 4 ശിഖരം പൊട്ടി വന്നിട്ടുണ്ട്. കണ്ടോ, മണ്ട നമ്മൾ കിളിച്ച് വരുന്ന സമയത്ത് നുള്ളാമെന്നുണ്ടെങ്കിൽ ഒരു 4 ശിഖരം ഇങ്ങനെ 4 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആദ്യം നട്ടതൊക്കെയാണ്. അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്. എന്നാലും നമുക്ക് ഓണത്തിന് പൂക്കൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബഡൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിനൊക്കെ 3-4 ശിഖരമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് നമ്മൾ മണ്ട നുള്ളിയുണ്ട്. ഉണ്ടോ, ഇതിലെല്ലാം ഇനി പൂക്കൾ വരുമ്പോൾ ഉള്ള വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് കവറിലെല്ലാം നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ വേര് ഇറങ്ങുന്നതനുസരിച്ച് നമ്മൾ ഇതിന് വളം ഇട്ട് കൊടുക്കണം, മണ്ണും ഇട്ട് കൊടുക്കണം. എന്നാലേ ഇത് നല്ലപോലെ കയറി വരത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം നമ്മൾ വളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ NPK നമ്മൾ 19 മേടിക്കാൻ കിട്ടും. അത് കുറച്ച് നേർപ്പിച്ച് അടിച്ചു കൊടുക്കാമെങ്കിൽ നല്ലതാണ്. അത് അടിക്കുമ്പോൾ മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. നല്ല ഗ്രോത്തും അത് പെട്ടെന്ന് പൂക്കളും വരുന്നതായിരിക്കും. അപ്പോൾ ഓണത്തിന് നമുക്ക് പൂവ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം പ്ലാന്റ്സൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ അടുത്ത വീഡിയോകളിലൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി വീഡിയോ കാണുന്നതിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.